ഋഷി പരമ്പരയെ, ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ ആത്മവിദ്യയുടെ ചർച്ച ആരംഭിക്കേണ്ടത്. ബ്രഹ്മസൂത്ര കർത്താവായ വ്യാസമഹർഷി സ്മരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് സൂത്ര നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അദ്വൈത ഭാഷ്യമാണ്. അദ്വൈത ഭാഷ്യ രചയിതാവായ ശ്രീമദ് ശങ്കര ഭഗവത്പാദാചാര്യരെ സ്മരിച്ചുകൊണ്ട് ഗുരുപരമ്പരയെ, ഭാഷ്യ ആശയങ്ങളെ നമുക്ക് പ്രകടമാക്കി തന്ന ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഞാനിവിടേക്ക് വരുന്നത് പന്മനാശ്രമത്തിൽ നിന്നാണ്. പരമഗുരുവായ സ്വാമി തിരുവടികളെ സ്മരിച്ചുകൊണ്ട് നമ്മയെല്ലാം ഇവിടെ ഒരുമിപ്പിച്ചത് സ്നേഹമയ്യായ അമ്മയാണ്. അമ്മയെ സ്മരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് നമ്മുടെ ഈ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്രം വ്യാസവിരചിതമാണ് എന്നാണ് വിശ്വാസം. ഇതിനെക്കുറിച്ച് പൊതുവായി ഈ സൂത്രരചനയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് പഴയ കാലങ്ങളിൽ ഗുരുകുലങ്ങളിൽ ഏത് വിഷയങ്ങൾ പഠിപ്പിച്ചാലും, കാരണം അന്ന് അച്ചടിയില്ല, ഏത് വിഷയങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാലും അത് ഭൂർജപത്രത്തിലോ അല്ലെങ്കിൽ പനയോലയിലോ ഒക്കെ എഴുതി വയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത് എഴുതി വയ്ക്കുക വളരെ ശ്രമകരമായ ജോലിയാണ്. കാരണം വിഷയം വളരെ വിപുലമാണ്. അത് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതവും. അപ്പോൾ ഈ വിഷയങ്ങൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതിന്റെ ഷോർട്ട് ഫോം ഉണ്ടാക്കിയതാണ് സൂത്രങ്ങളെന്ന് പറയുന്നത്. അത് ഏത് ദർശനങ്ങൾ അല്ലെങ്കിൽ ഏത് ശാസ്ത്രം പഠിപ്പിച്ചാലും അതെല്ലാം സൂത്രരൂപത്തിലാക്കി വയ്ക്കുക എന്ന് പറയുന്ന അന്നത്തെ ഒരു സമ്പ്രദായമാണ്. ഈ സൂത്രങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഗുരുകുലത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചേർന്ന് പഠിച്ച് ചർച്ച ചെയ്ത് അതിനൊരു അന്തിമ രൂപം നൽകിയതിന് ശേഷം അതിനെ നമ്മൾ ഈ മരുന്നുകളെല്ലാം ഗുളിക രൂപത്തിലാക്കി കഴിക്കുന്നത് പോലെ അതിനൊരു ചുരുക്കത്തിലുള്ള ഒരു രൂപം കൊടുക്കുന്നു. അതാണ് സൂത്രം എന്ന് പറയുന്നത്. സൂചനാ സൂത്രം ഇത്യാഹു എന്ന് പറയും. സൂചിപ്പിക്കുന്നത് കൊണ്ട് അതിന് സൂത്രം എന്ന് പറയുന്നു. സൂചനാ സൂചിപ്പിക്കുന്നത് കൊണ്ട് സൂത്രം ഇതി ആഹു. സൂത്രം ഇതി എന്ന് പറഞ്ഞാൽ എന്ന്, ആഹു പറയുന്നു എന്ന് പറഞ്ഞാൽ മഹത്തുക്കൾ അറിവുള്ളവർ പറയുന്നു. സൂചനാത് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് കൊണ്ട്. എന്തിനെ സൂചിപ്പിക്കുന്നു? വിപുലമായ അർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പം വിപുലമായ അർത്ഥങ്ങളിൽ നിന്ന് ആശയത്തെ സംഗ്രഹിച്ചാണ് സൂത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഷോർട്ട് കണ്ടൊക്കെ എഴുതുന്ന പോലെ. അപ്പോൾ ഒരു വാക്കിന് ഒരു ചെറിയ സൂചകമായിട്ടൊരു വര കൊടുക്കുന്നു. അതുപോലെ കുറേയധികം ആശയങ്ങൾക്ക് സൂചകമായി 1-2 പദങ്ങൾ കൊടുക്കുന്നു. ആ പദങ്ങൾ വിപുലമായ ഒരു ആശയത്തിൽ നിന്ന് സംഗ്രഹിച്ച് എടുത്തതുകൊണ്ട് പിന്നീട് ആ ആശയങ്ങളെ, ആ പദങ്ങളെ വ്യാഖ്യാനിക്കുന്നതിലൂടെ വെളിപ്പെടുത്താൻ കഴിയും. ഇത് ഓരോ ഗുരുകുലങ്ങളിലും അവർ പഠിക്കുന്ന വിഷയങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പല തരത്തിലുള്ള സൂത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണം ഇപ്പം അതിന് ന്യായസൂത്രങ്ങൾ, വൈശേഷിക ദർശനം, വൈശേഷിക സൂത്രങ്ങൾ, പൂർവമീമാംസ, അതിന്റെ പൂർവമീമാംസാ സൂത്രങ്ങൾ. എന്തിനും ചാർവാകനും സാഖ്യനും എല്ലാവർക്കും ഇതുപോലെ സൂത്രങ്ങളുണ്ട്. ഇത് വെറും ദർശനത്തിൽ മാത്രമല്ല,
ഏത് വിഷയം പഠിപ്പിച്ചാലും, കാരണം അത് അന്നത്തെ ഒരു ആവശ്യമായിരുന്നു. കാരണം ഈ പഠിപ്പിക്കുന്ന വിപുലമായ വിഷയങ്ങൾ പിന്നീട് ഈ പഠിപ്പിക്കുന്ന അധ്യാപകനും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മുഴുവൻ ഉൾക്കൊണ്ട് മനസ്സിൽ ധരിച്ചു വയ്ക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഈ സൂത്രങ്ങൾ പറയുക, ഒരു തവണ ഈ സൂത്രം രൂപപ്പെടുത്തിയതിന് ശേഷം ക്ലാസ്സിൽ ആ ആശയങ്ങളെ വെളിവാക്കാൻ വേണ്ടി ആചാര്യൻ ഈ സൂത്രം അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ പറയുമ്പോൾ കേൾക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനെക്കുറിച്ചുള്ള ആശയങ്ങളൊന്നും മനസ്സിലാകും. പിന്നീട് ഇത് രേഖപ്പെടുത്തി വയ്ക്കുന്നതിന് സൗകര്യമുണ്ട്. അത് സൂത്രങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കുന്നു. പിന്നീട് വിദ്യാർത്ഥികൾ, പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആ വിഷയങ്ങളെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഈ സൂത്രങ്ങളിലൂടെ അവർ ഓർക്കുന്നു, സൂത്രങ്ങളിലൂടെ ഈ ആശയങ്ങളെ പ്രകടമാക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൂത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഇരുന്ന് കുത്തിക്കുറിച്ചുണ്ടാക്കിയല്ല. ഇത് അനേക വർഷങ്ങളിൽ ഓരോ ഗുരുകുലങ്ങളിൽ ഉള്ള ഈ അധ്യാപന സമ്പ്രദായത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സൂത്രങ്ങളിൽ പാഠഭേദങ്ങൾ വരും. കാരണം ഒരു ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്നും അല്പസ്വല്പ വ്യത്യാസത്തോടുകൂടി വേറെടുത്ത് പഠിപ്പിക്കും. അപ്പോൾ സൂത്രങ്ങളുടെ എണ്ണം ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി, അത് ഈ സംസ്കൃത സാഹിത്യത്തിലെ ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി, സൂത്രങ്ങളുടെ എണ്ണം, സൂത്രങ്ങളുടെ രൂപം, ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അത് കാരണം പല ഗുരുകുലങ്ങളിൽ ഇതിങ്ങനെ പല അധ്യാപകർ, പല വിദ്യാർത്ഥികൾ ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. എന്തായാലും ഇതിനൊരു പൊതുവായ സ്വഭാവം കാണും. ആ വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളല്ല. ഇനി സൂത്രങ്ങളുടെ ഒരു പ്രത്യേകത, ഈ വിപുലമായ ആശയങ്ങളെ ചുരുക്കം ഒന്നോ രണ്ടോ വാക്കുകളിൽ ഇത് സൂചിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് വീണ്ടും ഇതിന്റെ ആശയ ആവിഷ്കാരം നടത്തുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ബ്രഹ്മസൂത്രത്തെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ പ്രാഥമികമായിട്ടുള്ള വ്യാഖ്യാനം ശ്രീമദ് ശങ്കര ഭഗവത്പാദാചാര്യരുടെയാണ്. പക്ഷെ അതിനുശേഷവും പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അതിനു മുമ്പും വ്യാഖ്യാനങ്ങളുണ്ടെന്ന് ഭാഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വ്യാഖ്യാനങ്ങളെല്ലാം പല ആശയങ്ങളിലും പരസ്പര വൈരുദ്ധ്യത്തെ കാണിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ശങ്കരാചാര്യർ അദ്വൈതമാണ് അതിന്റെ പ്രതിപാദ്യ വിഷയമെന്ന് പറഞ്ഞു, വേറൊരാൾ വിശിഷ്ടാദ്വൈതമെന്ന് പറഞ്ഞു, ദ്വൈതമെന്ന് പറഞ്ഞു, ശൈവാദ്വൈതമെന്ന് പറഞ്ഞു. പലതരത്തിലുള്ള ആശയങ്ങൾ ഒരേ സൂത്രങ്ങളിൽ നിന്നും. എന്തുകൊണ്ടിങ്ങനെ ഈ വൈവിധ്യം വരുന്നു? കാരണം ഇത് ചുരുങ്ങിപ്പോയതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞത് സൂചന, ആശയങ്ങളെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് പഠിക്കുന്നവരുടെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ മനോഗതികൾക്കനുസരിച്ച് ഇതിൽ നിന്ന് ഏത് ആശയങ്ങളെയും പ്രകടമാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സൂത്രങ്ങൾക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണ് ശരിയെന്ന് നമ്മുടെ വാസനയും നമ്മുടെ അറിവും വച്ചുകൊണ്ട് ഏതാണ് ശരിയെന്ന് നമുക്ക് തോന്നുന്നു അത് നമുക്ക് ശരി എന്നേ പറയാൻ പറ്റും. ആത്യന്തികമായി ഇന്നത് ശരി എന്ന് നിർണ്ണയിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള പല ഗവേഷകന്മാരും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ആചാര്യൻ തന്റെ സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ ഈ സൂത്രങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ അതിൽ അവരുടെ എല്ലാം ഉദ്ദേശശുദ്ധിയിൽ സംശയം ആർക്കും വേണ്ട. പക്ഷെ പ്രതിപാദന ശൈലിയിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ഉദ്ദേശശുദ്ധിയെ മുൻനിർത്തി നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ മനുഷ്യന് നല്ല വഴിയിലേക്ക് നയിക്കുക, ശരിയായ ദിശാബോധം മനുഷ്യന് നൽകുക, ശരിയായ അറിവ് നൽകുക, ഇതാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഏത് വ്യാഖ്യാനവും നമുക്ക് സ്വീകരിക്കാം. നമ്മളിവിടെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ആചാര്യസ്വാമികളുടെ അദ്വൈത ഭാഷ്യം അനുസരിച്ചാണ് ബ്രഹ്മസൂത്രത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് അല്ല ഇനി വിശിഷ്ട അദ്വൈതമോ ദ്വൈതമോ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള പക്ഷമുള്ളവർക്ക് അത്തരം ഭാഷ്യങ്ങളിലൂടെയും അതിന്റെ ആശയത്തെ മനസ്സിലാക്കാം. ഇതെല്ലാം ഇതിനകത്തുണ്ട്. സൂത്രത്തെക്കുറിച്ച് പറയും വിപുലമായ അർത്ഥങ്ങളെ ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഒരു സിദ്ധാന്തത്തെ സമഗ്രമായി പ്രതിപാദിക്കുന്നു. ആ സിദ്ധാന്തത്തിന് വിരുദ്ധമായിരിക്കുന്ന
ആ സിദ്ധാന്തത്തിന് എതിർക്കുന്ന മറ്റേതെല്ലാം സിദ്ധാന്തങ്ങളുണ്ടോ അതിനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ ആ എതിർപ്പുകൾക്കെല്ലാം സമാധാനം പറയുകയോ ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സൂത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാണ് ഈ സൂത്രത്തിന്റെ ഭാഷ്യകർത്താക്കൾ, വ്യാഖ്യാതാക്കളെല്ലാം അവകാശപ്പെടുന്നത്. അപ്പോൾ വ്യാഖ്യാതാക്കളുടെ ബുദ്ധി കൗശലവും അവരുടെ ആ വിഷയത്തിലുള്ള പരിചയമൊക്കെ അനുസരിച്ചിട്ടാണ് അത്തരം കാര്യങ്ങളിലെല്ലാം അന്തിമമായി തീരുമാനിക്കപ്പെടുന്നത്. നമുക്ക് അദ്വൈത സിദ്ധാന്തത്തോടാണ് പ്രതിപത്തിയെങ്കിൽ നമുക്ക് അദ്വൈത ഭാഷ്യം പ്രിയമുള്ളതായി തോന്നും. ദ്വൈത സിദ്ധാന്തത്തോടാണ് നമുക്ക് പ്രതിപത്തിയെങ്കിൽ ദ്വൈത ഭാഷ്യം നമുക്ക് ഇഷ്ടപ്പെട്ടതായി തോന്നും. അത് വ്യക്തികളുടെ താല്പര്യമനുസരിച്ചാണ്. ബ്രഹ്മസൂത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ വ്യാഖ്യാതാക്കളെല്ലാം പൊതുവെ സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യം, അത് തികച്ചും സ്വതന്ത്രമായ ഒരു ഗ്രന്ഥമല്ല. അതായത് വേദത്തിന്റെ താല്പര്യം എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. വേദങ്ങളുടെ താല്പര്യം എന്താണ്, അപ്പോൾ അതിന്റെ ഉറവിടം വേദങ്ങളിൽ കിടക്കണം. അത് പ്രസിദ്ധ ഭാഷ്യകാരന്മാരെല്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് സ്വതന്ത്രമായൊരു വിഷയത്തെ പ്രതിപാദിക്കുന്നില്ല. വേദത്തിന്റെ താല്പര്യം എന്താണ്, അത് ദ്വൈതമാണോ അതോ അദ്വൈതമാണോ അതോ വിശിഷ്ടാദ്വൈതമാണോ, അത് ഏതാണോ അത് ഈ സൂത്രങ്ങളിലൂടെ പ്രതിപാദിക്കുന്നു എന്നാണ് എന്റെ വ്യാഖ്യാതാക്കന്മാർ പറയുന്നത്. ആചാര്യസ്വാമികൾ പറയുന്നത് വേദത്തിന്റെ താല്പര്യം, മുഴുവൻ വേദത്തിന്റെയും താല്പര്യം എന്താണ്, അത് അദ്വൈതത്തിൽ അവസാനിക്കുന്നു. അപ്പോൾ അദ്വൈതത്തെ ഈ ഇതിലൂടെ പ്രതിപാദിക്കുന്നു എന്നാണ്. പിൽക്കാലത്തുനിന്ന് വ്യാഖ്യാതാക്കന്മാർ പലരും ഈ ആശയത്തെ ശക്തമായി നിഷേധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആചാര്യസ്വാമികളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വേദാന്താർത്ഥ കുസുമ ഗ്രഥനാർത്ഥത്വ സൂത്രമാണ്. അതായത് വേദാന്തമാകുന്ന പുഷ്പങ്ങളെ അല്ലെങ്കിൽ വേദാന്തത്തിന്റെ ആശയങ്ങളായ പുഷ്പങ്ങളെ കുരുക്കുന്നതിനുള്ള ഒരു നൂലാണ് സൂത്രം എന്നാണ്. അതായത് സൂത്രം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മലയാളത്തിൽ പെട്ടെന്ന് തോന്നുന്നത് നല്ല അർത്ഥമല്ല. സൂത്രം എന്ന് പറഞ്ഞാൽ ഒരു തട്ടിപ്പ് എന്നുള്ള അർത്ഥമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ രീതിയിലാണ് മലയാളത്തിൽ സൂത്രം എന്ന് പറയുന്നത്. ഇവനൊരു സൂത്രക്കാരനാണെന്ന് പറയും. അതുമായിട്ട് ഇവിടെ യാതൊരു ബന്ധവുമില്ല. ഇവിടെ സൂത്രം എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് ആശയങ്ങളാകുന്ന കുസുമങ്ങളെ കൊരുക്കുന്നതിനുള്ള നൂലാണെന്നാണ്. കാരണം സൂത്രം എന്ന് പറയുന്ന ശബ്ദത്തിന് സംസ്കൃതത്തിൽ നൂല് എന്ന് അർത്ഥമുണ്ട്. നൂലിന് സൂത്രം എന്ന് പറയും. അപ്പോൾ ഇത് മനോഹരങ്ങളായ വിശിഷ്ടങ്ങളായ ആശയങ്ങളെ കൊരുക്കുന്നതിനുള്ള നൂലാണ് എന്നാണ്. മഹാന്മാരായ ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളാണ് ഈ ആശയങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിപ്പോൾ ചർച്ച ചെയ്യുന്നത് ആധ്യാത്മിക സദസ്സുകളിൽ, അല്ലെങ്കിൽ തത്വചിന്താപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തെല്ലാം ഈ സൂത്രങ്ങളെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇത് മഹാത്മാക്കളുടെ അഭിപ്രായമാണ്. അപ്പം നമ്മൾ എന്തിനും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നത് തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ആദ്യത്തെ ചോദ്യമാണ്. ആധ്യാത്മികമായ നമ്മുടെ ജീവിതത്തിന് ഈ സൂത്രം കൈകാര്യം ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ ഇത് ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ശാസനാത് ശാസ്ത്രം ഇതി ആഹു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചുരുക്കി പറയുകയാണ്. ഇതിനൊക്കെ പാട്ടുകൾ ശ്ലോകങ്ങളൊക്കെ ഉണ്ടാകും, വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. ചുരുക്കി പറയാണ്, ശാസനാത് ശാസ്ത്രം ഇതി ആഹു. ശാസനാത് ശാസിക്കുന്നത് കൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നു എന്നാണ്. ശാസിക്കുക എന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുന്ന ഇതല്ല, വഴക്ക് പറയുക എന്നുള്ള അർത്ഥമല്ല. മലയാളത്തിൽ ശാസിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ശാസിച്ചു എന്ന് വെച്ചാൽ വഴക്ക് പറഞ്ഞു എന്നാണ്. ഇവിടെ ശാസിക്കുക എന്ന് വെച്ചാൽ ഉപദേശിക്കുക എന്നർത്ഥം. അപ്പൊ ശാസനാത് ശാസിക്കുന്നത് കൊണ്ട്, അതായത് ഉപദേശിക്കുന്നത് കൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നു. അപ്പൊ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുന്ന ഏതോ അതാണ് ശാസ്ത്രം. എന്നുവെച്ചാൽ അമ്മയുടെ ഉപദേശം അത് ശാസ്ത്രമാണ്. നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ശാസ്ത്രം എന്ന് പറഞ്ഞാൽ. പുസ്തകങ്ങളിൽ അടിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏടിൽ എഴുതിയിരിക്കുന്നത്, ഭൂർജപത്രത്തിൽ എഴുതിയത് മാത്രമല്ല ശാസ്ത്രം. ആരുപദേശിക്കുന്നു അത് ശാസ്ത്രം. അപ്പോൾ ഇവിടെ എന്താണ്, ബ്രഹ്മസൂത്രത്തിൽ എന്താണ് ഉപദേശിച്ചിരിക്കുകയാണ് ആചാര്യന്മാർ. മഹർഷി വേദവ്യാസ മഹർഷി, ശങ്കര ഭഗവത്പാദർ
തുടങ്ങി ആചാര്യന്മാർ ഉപദേശിച്ചിരിക്കുകയാണ്. ഉപദേശിച്ചിരിക്കുന്നതുകൊണ്ട് എന്താണ്? അത് ശാസ്ത്രമാണ്. അപ്പൊ ഗുരുക്കന്മാരുടെ ഉപദേശം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ആദരവോടുകൂടി സ്വീകരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാനോ അതായത് മനസ്സിലാക്കാനോ പ്രാവർത്തികമാക്കാനോ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ സനാതന പാരമ്പര്യമനുസരിച്ച് നമ്മളെല്ലാ ഗുരുക്കന്മാരെയും ആചരിക്കുന്നു. അപ്പോൾ ആ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം എന്നുള്ളതാണ് നമ്മൾ ഈ ശാസ്ത്രത്തെ അധ്യയനം ചെയ്യുന്നു. അപ്പോൾ ഗുരുക്കന്മാരുടെ ഉപദേശത്തെ ആത്മീയ ജീവിതത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഗുരുക്കന്മാരുടെ ഉപദേശം സ്വീകാര്യം തന്നെയാണ്. ആ നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗുരുവിന്റെ ഉപദേശം പോലെ അമൂല്യമാണ്, സ്വീകാര്യമാണ്. ആചാര്യസ്വാമികൾ തന്നെ ശാസ്ത്രത്തെക്കുറിച്ച് പറയും ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ. എന്നുവെച്ചാൽ ശാസ്ത്രം തന്നെയാണ് ഗുരുവാക്യം എന്ന് പറയുന്നത്. ഇത് രണ്ടല്ല. പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. പലരും ആ രീതി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഗുരു ഉപദേശിക്കുന്നത് വേറെ, ശാസ്ത്രം വേറെ. ഗുരു ഉപദേശം തന്നെയാണ് ശാസ്ത്രം. ഇന്നിപ്പം ഗുരു നമ്മോട് നേരിട്ട് ഉപദേശിക്കുന്നു. ഇന്ന് അതിനെ നമ്മൾ ശാസ്ത്രം എന്ന് പറയില്ല, നമ്മൾ പറയും അത് അമ്മയുടെ ഉപദേശമാണ് അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപദേശമാണെന്ന് പറയും. നാളെ ഇതാണ് ജനം ശാസ്ത്രമായി സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടല്ല. അതുകൊണ്ടാണ് സ്വാമിയോട് പറഞ്ഞത് എന്താണ് ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ. ശാസ്ത്രം തന്നെയാണ് ഗുരുവാക്യം. ഇത് രണ്ടല്ല. രണ്ടിനും ഒരേ പ്രാധാന്യം തന്നെയാണ്. ഗുരുവാക്യം എങ്ങനെയാണോ നമ്മളെ നയിക്കുന്നത്, നമ്മളെ രക്ഷിക്കുന്നത്, അതുപോലെ തന്നെയാണ് ശാസ്ത്രവും നമ്മളെ രക്ഷിക്കുന്നത്. ആചാര്യസ്വാമികൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും ശാസ്ത്ര ആചാര്യ ഉപദേശ. എന്നുവെച്ചാൽ ആദ്യം സ്വാമികൾ പ്രാധാന്യം കൊടുക്കുന്നത് ശാസ്ത്രത്തിനാണ്, രണ്ടാമതേ ആചാര്യനും അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം പറയുന്നത് എന്താണ് ശാസ്ത്ര ആചാര്യ ഉപദേശ. ശാസ്ത്രത്തിന്റെയും ആചാര്യന്റെയും ഉപദേശം കൊണ്ടെന്നാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ശാസ്ത്രത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നു? കാരണം ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ആചാര്യന്റെ ഉപദേശമാണ്, ഗുരുപരമ്പരയിലൂടെ വരുന്ന ഉപദേശമാണ്. അത് ഒരിക്കലും ഒരു ആചാര്യന്റെ ഉപദേശത്തിന് വിരുദ്ധമായി വരത്തില്ല. വിരുദ്ധമായി വരുന്നുണ്ടെങ്കിൽ അത് ആ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നതിൽ വരുന്ന പെശകാരി. ഏതെങ്കിലും ഒരു ശാസ്ത്രം ഒരു ആചാര്യന്റെ ഉപദേശത്തിന് വിരുദ്ധമാണെന്ന് ആരെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പഠിതാവിന് നമ്മളെ പഠിപ്പിക്കുന്നയാൾ അവിടെ തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം ഗുരുപരമ്പരയിലൂടെ വരുന്ന ഉപദേശമാണ് ശാസ്ത്ര ഉപദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ശാസ്ത്ര ആചാര്യ ഉപദേശ എന്ന് ആവർത്തിച്ച് പറയുന്നത്. അതും ഭാഷ്യം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ആചാര്യസ്വാമികൾ എപ്പോഴും പ്രാമാണ്യം കൊടുക്കുന്നത് എന്താണ്? ശ്രുതിക്കാണ്, വേദത്തിനാണ്. വേദത്തിന് പ്രാമാണ്യം കൊടുത്ത് മാത്രമേ സംസാരിക്കത്തുള്ളൂ. വേദത്തിന്റെ താല്പര്യം എന്താണ്? വേദം പറയുന്നു. ഇപ്പോ നമ്മൾ പറയുന്നു അമ്മയുടെ ഉപദേശം എന്ന് പറയുന്നു. നമുക്ക് പ്രമാണമായിരിക്കുന്നത് അമ്മയാണ്, അമ്മയുടെ ഉപദേശമാണ്. ഇതേ ഭാഷയിലാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ശ്രുതി മാതാ. വേദം എന്ന് പറയുന്നത് മാതാവാണ് സ്വാമികളെ സംബന്ധിച്ചിടത്തോളം. വേദത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത് അമ്മയുടെ ഉപദേശമാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോൾ അമ്മയുടെ ഉപദേശം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വേദത്തിന്റെ ഉപദേശം തന്നെയാണ്. രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും. അപ്പോൾ നമ്മൾ ഈ ആചാര്യന്മാരുടെ ഉപദേശങ്ങളെല്ലാം നമ്മൾ ആ ഭാവനയോടുകൂടി നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്കിതിലൊന്നും യാതൊരു വൈരുദ്ധ്യവും കാണത്തില്ല. പിന്നെ ശാസ്ത്രങ്ങളിൽ തന്നെ ചിലടത്ത് ശാസ്ത്രത്തെ നിഷേധിക്കുന്നുണ്ട്. വേദത്തിൽ തന്നെ പറയും എന്താണ്? എത്ര വേദ അവേദ ഭവന്തി. വേദമല്ലാതായിത്തീരുന്നു. വേദമല്ലാതായിത്തീരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്കുള്ളതല്ല. നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നത് വരെ വേദം അവേദമായി തീരുന്നില്ല. അവിടെ ഗുരു ശിഷ്യബന്ധം, ആചാര്യ ഉപദേശത്തിന് സ്ഥാനമുണ്ട്, വേദത്തിന്റെ ഉപദേശങ്ങൾക്ക് സ്ഥാനമുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ അതിക്രമിച്ചു പോകുന്ന ആത്മീയമായ ഒരു ഔന്നത്യത്തിൽ നമുക്ക് വേദത്തിന്റെയും ഉപദേശത്തിന്റെയും ആചാര്യന്റെയും ഒന്നും ആവശ്യമില്ല. അവിടെ വേദങ്ങളെല്ലാം അവേദമായി തീരുന്നു എന്ന് വേദത്തിൽ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ഉന്നതമായ ആധ്യാത്മിക അവസ്ഥയിൽ അതുവരെ നമുക്ക് സഹായകങ്ങളായി, ദീപസ്തംഭങ്ങളായി, മാർഗദർശകങ്ങളായി ഈ ശാസ്ത്രങ്ങളെല്ലാം
നിലകൊള്ളുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നത് വരെ. പിന്നെ വേറെ തരത്തിൽ ശാസ്ത്രത്തെ നിഷേധിക്കുന്നുണ്ട്. ശാസ്ത്രങ്ങളിൽ തന്നെ എന്താണ് ശബ്ദജാലം, മഹാരണ്യം, ചിത്തഭ്രമണ കാരണം. കാരണം ശാസ്ത്രങ്ങൾ തന്നെ പലതരത്തിലുണ്ട്. സത്ശാസ്ത്രങ്ങൾ, ഗുരുക്കന്മാരെ കുറിച്ച് പറയുമല്ലോ, സദ്ഗുരുക്കന്മാർ, അങ്ങനെ അല്ലാത്തവരുമുണ്ട്. ശാസ്ത്രങ്ങളിലുമുണ്ട് സത്ശാസ്ത്രങ്ങളെന്ന് പറയും. ശരിയായ ബോധത്തെ, അറിവിനെ പ്രദാനം ചെയ്യുന്ന ശാസ്ത്രങ്ങൾ. അങ്ങനെ അല്ലാതെയുള്ള ശാസ്ത്രങ്ങളുമുണ്ട്. ആധ്യാത്മിക ശാസ്ത്രങ്ങളെ കുറിച്ച് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സത്ശാസ്ത്രങ്ങളാണ്. അപ്പം ആത്മീയ ഗുരുക്കന്മാരെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ എല്ലാം സദ്ഗുരുക്കന്മാരാണ്. അങ്ങനെ അല്ലാതെയുള്ള വിഷയങ്ങളെ ബോധിപ്പിക്കുന്ന ഗുരുക്കന്മാരും കാണും. അങ്ങനെയുള്ളവരെ കുറിച്ച് നമുക്ക് സദ്ഗുരുക്കന്മാരെന്ന് പറയാൻ പറ്റത്തില്ല. ശാസ്ത്രത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. സത്ശാസ്ത്രങ്ങൾ, അങ്ങനെ അല്ലാതെയുള്ള ശാസ്ത്രങ്ങളെ നിഷേധിക്കുന്നു. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിൽ ചിത്രഭ്രമണ കാരണം എന്ന് പറയുന്നത്. കാരണം മനുഷ്യന് ഈ ശാസ്ത്രത്തോട്, നമ്മൾ ശാസ്ത്രത്തെ എന്തിനു വേണ്ടി സ്വീകരിക്കുന്നു? ആത്മീയമായ അറിവ് നേടുന്നത് അത് ആചാര്യന്മാരുടെ ഉപദേശമാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ആത്മീയ അറിവ് നേടാം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷെ ശാസ്ത്രമെന്ന് പറയുന്നത് നമ്മുടെ ബൗദ്ധികമായ ഒരറിവിന് വേണ്ടിയും അത്തരം അറിവ് ധാരാളം സമ്പാദിച്ച് സമൂഹത്തിൽ മാന്യതയും പൂജയും ഒക്കെ നേടുന്നതിനും എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യും. അങ്ങനെ വരുമ്പോൾ ശാസ്ത്രം അപകടകാരിയായി മാറും. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ ആചാര്യന്മാരും ശാസ്ത്രങ്ങളും തന്നെ പലപ്പോഴും നിഷേധിക്കുന്നത്. കാരണം അത് ഏതിനുമുണ്ട്. ഏത് ആധ്യാത്മിക സാധനയിലൂടെ പോയാൽ ശാസ്ത്ര അധ്യയനം എന്ന് പറയുന്നത് ഒരു ആത്മീയ സാധനയാണ്. എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല, അതിന് പ്രത്യേകിച്ച് വാസനയുള്ളവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അത് ഏത് ആധ്യാത്മിക സാധനങ്ങൾക്കും തുല്യമാണ്. ഇപ്പം നമ്മൾ ഭക്തിയുടേതായ മാർഗത്തിലൂടെ പോകുന്നു, ശാസ്ത്രത്തെയൊന്നും കൈകാര്യം ചെയ്യുന്നില്ല. ഈ ഭക്തി തന്നെ ഒരുവനിൽ അഹന്തയുണ്ടാക്കാം. അത് ശരിയായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭക്തി തന്നെ ഒരുവനെ നശിപ്പിക്കാം. ഭക്തി അഹന്ത ഉണ്ടാക്കത്തില്ലേ? ഞാനാണ് ഉത്തമനായ ഭക്തൻ, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തൻ എന്നൊരു ഭക്തൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതവനെ അധപതിപ്പിക്കും. യോഗമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു, അതിന്റെ സിദ്ധികളിലും മറ്റും ഭ്രമിച്ചു കഴിഞ്ഞാൽ അതൊരുവനെ അപകടത്തിലേക്ക് ചാടിക്കുന്നു. അപ്പം ഏത് കാര്യത്തിലായാലും അപകടങ്ങളുണ്ട്. എവിടെയാണോ നന്മയുള്ളത് അതിനോട് ചേർന്ന് കുറച്ച് തിന്മയിരിക്കും. അത് ഏത് വിഷയത്തിലുള്ളതാണ്, ലൗകികമായാലും ശരി ആത്മീയമായാലും ശരി. അപ്പോൾ അതിതിന് സംഭവിക്കാം. ശാസ്ത്ര അഭ്യസനത്തിലും അത് നമ്മളെ അഹന്തയുണ്ടാക്കുകയോ അതിന് നമ്മളെ വഴിതെറ്റിക്കുകയോ ഒക്കെ ചെയ്യാം. വാച്ചുണ്ട്, സമയം അറിയാൻ. അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. അല്ല ശാസ്ത്രത്തെ പാടെ അത് ഉപയോഗശൂന്യമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാമെന്നുള്ള നല്ല കാര്യങ്ങളുണ്ട്, അതിനെ സ്വീകരിക്കാം. പക്ഷെ ഈ മാർഗം, ഈ പഠിക്കുക, ഈ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം, ആധ്യാത്മിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ട്. കാരണം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ചു വരുന്നത് ABCD മുതലാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ പഠനമെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മിൽ നിന്ന് അന്യമായ ഏതൊരു വിഷയത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു. അപ്പോൾ അതുപോലെയാണ് ഈ ആത്മീയ ശാസ്ത്രത്തിന്റെ പഠനം എന്നൊരു ധാരണ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ പഠനം എന്ന് പറയാറേ ഇല്ല. അവിടെ ശ്രവണം എന്നാ പറയുന്നു, മനനം എന്ന് പറയും, നിധിധ്യാസനം എന്ന് പറയും. പഠനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല. പഠ വ്യക്തായം വാചി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. പഠനം, പഠധാതുവിന്റെ അർത്ഥം തന്നെ എന്താണ്? വ്യക്തമായി പറയുക എന്നതിന് അർത്ഥമാണ്. അല്ല നമ്മൾ ഈ സാധാരണ ഈ സ്കൂളിൽ പോയി പഠിക്കുന്നില്ലേ, അങ്ങനെ ഒരു അർത്ഥം ആ ശബ്ദത്തിനു കൂടിയില്ല. പഠ വ്യക്തായം വാചി, വ്യക്തമായി വാചി എന്ന് വെച്ചാൽ പറയുക, വ്യക്തമായി പറയുന്നതിന്. അതായത് നമ്മൾ വ്യക്തമായി പറയുന്ന വെച്ചാൽ വേറൊരാൾ കേൾക്കത്തക്ക രീതിയിൽ ഒരു കാര്യത്തെ സ്ഫുടമായി പറയുന്നതിനാണ് ഈ പഠ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പഠിക്കുക സംസ്കൃതത്തിൽ വന്നത്. അതിന്റെ തന്നെ രൂപാന്തരമാണ് മലയാളത്തിൽ പഠിക്കുക എന്ന് പറയുന്നത്. ആധ്യാത്മിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പഠനമല്ല. അതിനെ സംബന്ധിച്ച് ശ്രവണമാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഗ്രന്ഥങ്ങളെ അവലംബിച്ച് ബ്രഹ്മസൂത്രം
ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നു. ബ്രഹ്മസൂത്രം ചർച്ച ചെയ്യുമ്പോൾ എന്താണ്, ഞാനൊരു വ്യക്തി എന്റെ ആശയങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരികയല്ല ചെയ്യുന്നു. പൂർവ്വകാലത്തിൽ ഏതോ ആചാര്യന്മാർ ആവിഷ്കരിച്ച ആശയങ്ങളെ ഒരു മീഡിയത്തിലൂടെ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ മനസ്സിലാക്കി തരുന്നേ ഉള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം ഒന്നും വാസ്തവത്തിൽ എനിക്കില്ല. ഞാനിതിന്റെ ഒരു മീഡിയേറ്റർ മാത്രമാണ്. അവിടെ ഈ സംഭവിക്കുന്ന എന്താണ്? ശ്രവണമാണ് സംഭവിക്കുന്നത്. പൂർവ്വകാലത്തിൽ വ്യാസമഹർഷിയോ അല്ലെങ്കിൽ ആചാര്യസ്വാമികളോ പറഞ്ഞ കാര്യങ്ങളെ ഒരുപക്ഷെ അന്ന് അവർ പറഞ്ഞത് സംസ്കൃത ഭാഷയിലായിരിക്കും. അവർ ഉപയോഗിച്ച ശൈലി ന്യായത്തിന്റെയോ മീമാംസയുടെയോ ഒക്കെ ശൈലിയായിരിക്കും. ആ ശൈലിയെ ഒന്ന് മാറ്റി അതിലൊരു മൊഴിമാറ്റം നടത്തി ശൈലീഭേദം വരുത്തി ഇന്നത്തെ നമ്മുടെ മലയാള ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതേ ആശയത്തെ ഞാൻ പറയുന്നേ ഉള്ളൂ. അതിലെന്തെങ്കിലും പെശക് വരുന്നെങ്കിൽ പറയുന്ന എനിക്ക് വരുന്ന പെശകായിരിക്കും. ശാസ്ത്രത്തിൽ പെശക് വരത്തില്ല, ആചാര്യന്മാർക്ക് അങ്ങനെയുള്ള പെശകുകൾ വരത്തില്ല. അപ്പോൾ അവിടെ എന്താണ് നമ്മളെ സംബന്ധിച്ചപ്പോൾ സംഭവിക്കുന്നത്? ആചാര്യന്മാരുടെ വാക്കുകളെ നമ്മൾ ശ്രവിക്കുകയാണ്, നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ശ്രവണം തന്നെയാണ് നടക്കുന്നത്. അത് ആ ശബ്ദരൂപത്തിൽ വേറൊരാളുടെ ശബ്ദത്തിലൂടെ ആചാര്യന്റെ ആശയം നമ്മുടെ കർണപുടങ്ങളിലൂടെ നമ്മുടെ അന്ധകരണത്തിൽ പതിച്ച് നമ്മുടെ ഉള്ളിൽ അതിനനുയോജ്യമായ ബോധത്തെ, അറിവിനെ ഉണ്ടാക്കുന്നു ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ച്. അപ്പോൾ അവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ശ്രവണമാണ്. അവിടെ നമ്മൾ അന്യമായൊരു വിഷയത്തെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് പോലെ, സയൻസോ മാത്സോ പഠിക്കുന്നത് പോലെ നമ്മൾ ഒരു വിഷയത്തെ അവിടെ പഠിക്കുകയല്ല ചെയ്യുന്നു. നമ്മളെക്കുറിച്ചുള്ള ഒരു അവബോധത്തെ, അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധത്തെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിന് നമ്മൾ ശ്രുതി പ്രമാണമായിട്ടുള്ള, വേദം പ്രമാണമായിട്ടുള്ള ആചാര്യവചനങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനൊരു സാധാരണ പഠനം പോലെ നമ്മളതിനെ സ്വീകരിക്കാൻ പാടില്ല. ഞാനിതൊക്കെ ആമുഖമായി പറഞ്ഞത് ഇപ്പോൾ ഈ ബ്രഹ്മസൂത്രം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം സൂത്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇതെന്തോ ഒരു അപകടമുള്ള ഒരു കാര്യമാണെന്നുള്ള ഒരു ധാരണ വരും. കാരണം സൂത്രം എന്നുള്ളൊരു ശബ്ദം നമ്മുടെ മനസ്സിൽ അങ്ങനെയിരിക്കുന്നു. രണ്ടാമത് ബ്രഹ്മം എന്നൂടെ അതിനോട് ചേർത്തിട്ടുണ്ട്. അത് അതിനും വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ ബ്രഹ്മസൂത്രം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മുഖത്തും കാണാം ഒരു മസിൽ പിടിച്ചായിരിക്കുന്നത്. കാരണം എന്തോ ഭയങ്കര അപകടകരമായ ഒരു കാര്യം നമ്മൾ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ഈ മനുഷ്യൻ നമ്മളെ എവിടെയാ കൊണ്ട് ചാടിക്കുന്നത് കണ്ടറിയേണ്ട കാര്യമാണ് എന്നുള്ളൊരു മസിൽ പിടുത്തത്തിലാണ് എല്ലാവരും ഇതിനങ്ങോട്ട് നേരിടാതിരിക്കുന്നത്. എന്തു വന്നാലും നേരിടുക തന്നെ, ഇതാണ് ഇവിടെ വന്നുപോയത്. പക്ഷെ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമല്ല. നമുക്കിതിൽ വരുന്ന ഒരു വൈഷമ്യം എന്ന് പറയുന്നത് ഭാഷയിലുള്ള ഒരു വ്യത്യാസം. ബ്രഹ്മസൂത്രം ഭാഷാന്തരം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ തന്നെ. പക്ഷെ ആ ഭാഷാന്തരത്തിലും ശരിക്കും അതിന്റെ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്കുള്ള തർജ്ജിമ എന്ന് പറയുമ്പോൾ സംസ്കൃതം പോലെ തന്നെ പ്രയാസമാണ്. ആദ്യം പഴയകാലത്ത് തർജ്ജിമ ചെയ്തിട്ടുള്ള മലയാള ഇതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതിലൊക്കെ നോക്കുമ്പോൾ ഈ വിഷമമുണ്ട്. കാരണം സംസ്കൃത പദങ്ങളുടെ വിഭക്തി മാറ്റി രാമസ്യ എന്ന് പറഞ്ഞാൽ രാമന്റെ എന്നാക്കും. അത്രയും വ്യത്യാസപ്പെടുത്തിയാണ് അതിന്റെ ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പിന്നീട് വന്ന ഡോക്ടർ CG വാര്യർ അവരുടെയൊക്കെ ഭാഷാന്തരങ്ങൾ നോക്കി അതിനും ഈ പ്രയാസമാണ്. കാരണം സംസ്കൃത വിഭക്തി മാറ്റി മലയാളത്തിലാക്കുക. പലപ്പോഴും ഇപ്പോൾ ബ്രഹ്മം, ബ്രഹ്മണഹ, ബ്രഹ്മത്തിന്റെ എന്നാക്കും. അപ്പോൾ ഈ ബ്രഹ്മം എന്നുള്ള പദത്തിന്റെ അർത്ഥം അവിടെ വിശദമാക്കത്തില്ല. ഇങ്ങനെ ഒരു വൈഷമ്യമുള്ളതുകൊണ്ട് മലയാളത്തിലുള്ള വായിച്ചാലും പറ്റത്തില്ല. പിന്നെ സ്വതന്ത്ര വ്യാഖ്യാനങ്ങളുണ്ട്. സ്വതന്ത്ര വ്യാഖ്യാനങ്ങളിൽ ചെയ്തിരിക്കുന്ന പലപ്പോഴും അവർ ഈ മൂലത്തിന്റെ ആശയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭാഷ്യത്തിന്റെ ആശയത്തിൽ നിന്ന് വളരെ വിട്ടുമാറിയിട്ട് സ്വന്തം ആശയങ്ങളെ ആണ് അതിലൂടെ പ്രതിപാദിക്കുന്നത്. ആശയങ്ങൾ ആത്യന്തികമായി ശരിയായിരിക്കും, എന്നാലും ഭാഷ്യകാരന്റെ ആശയങ്ങളിൽ നിന്നും വളരെ മാറി സ്വന്തമായ ആശയങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു രീതിയാണ് ഭാഷ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ കഴിയുന്നത്ര 100% നമുക്ക് സൂത്രത്തിനോടോ അല്ലെങ്കിൽ ഭാഷ്യത്തിനോടോ നീതി പുലർത്താം എന്നൊന്നും അവകാശപ്പെടാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ കഴിയുന്നത്ര ഭാഷ്യത്തോടും മൂലത്തിനോടും നീതി പുലർത്തി നമ്മളതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം, അതാണ്. അത് നമ്മൾ ഈ
ബുദ്ധിക്ക് ആയാസം ഉണ്ടാക്കുന്ന ഒരു പണിയാണെന്നുള്ള ഒരു മുൻധാരണ നമ്മുടെ മനസ്സിൽ നിന്നും കളയണം. കാരണം ഇത് അത്ര പ്രയാസമില്ല. ലളിതമായി തന്നെ ആ ഭാഷയുടെയും ശൈലിയുടെയും വൈഷമ്യത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കത് ലളിതമായി തന്നെ ഇതിനെ ഗ്രഹിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതിൻ്റെ ആ ഒരു വിഷയ പ്രതിപാദന രീതിയിലേക്ക് കടന്നു വരുന്നതിന് നമുക്ക് ചിലപ്പോൾ 2-3 ദിവസത്തെ താമസം വന്നേക്കാം അതുമായിട്ടൊന്ന് പരിചയപ്പെടുന്നതിന്. കാരണം ഇത് ആധ്യാത്മികമായ വിഷയം എന്നുള്ള നിലയ്ക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് സാമാന്യമായ രീതിയിൽ ബോധമുണ്ട്, ചിലർ കൂടുതലായും അറിഞ്ഞെന്നിരിക്കും. എന്തായാലും പൊതുവായി നമുക്കെല്ലാം അറിയാവുന്ന വിഷയം തന്നെയാണ് ഇതിൽ പറയുന്നത്. ഈ പറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ, ഭാഷയുടെ ഒരു വൈഷമ്യമൊന്നേ ഉള്ളൂ. പുതുതായി കൂടുതൽ വിഷയങ്ങളൊന്നും നമ്മളിപ്പോൾ ഇതിൽ പഠിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ നമ്മൾ ധരിച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മളിപ്പോൾ അമ്മയുടെ ഉപദേശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു മഹാത്മാക്കളുടെ ഉപദേശങ്ങളിൽ നിന്നോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ആത്മീയ തത്വങ്ങളെ നമ്മൾ ബ്രഹ്മസൂത്രത്തിലൂടെ മനസ്സിലാക്കുന്നേ ഉള്ളൂ. അല്ല പുതുതായി നമ്മൾ പുതിയൊരു അറിവ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നൊന്നുമില്ല. വേറെ രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക അതേ കാര്യങ്ങളെ തന്നെ, അതേ ആശയങ്ങളെ തന്നെ. ആത്യന്തികമായി ഈ ആശയങ്ങളിലൊന്നും വൈഷമ്യമില്ല. പിന്നെ ചില ശാസ്ത്രീയമായ ചിന്താ പദ്ധതികളും മറ്റും ഇതിനകത്തേക്ക് കടന്നു വരുന്നത് ഒരുപക്ഷെ നമുക്ക് പുതുമയുള്ളതായിരിക്കും. അതൊഴിവാക്കി കഴിഞ്ഞാൽ ആ ആശയ താല്പര്യം, അതിൻ്റെ സാരം എന്ന് പറയുന്നത് വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. സാധാരണ ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഈ ബ്രഹ്മസൂത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതും അതിന്റെ സാരത്തെ ഗ്രഹിച്ചു പോവുക എന്നുള്ളതാണ്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം പറയും. ശാസ്ത്രം എന്ന് പറയുന്നത് അനന്തമാണ്. അറിയാനാണെങ്കിലോ വളരെയധികം ഏതൊക്കെ ശാസ്ത്രങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കും, എത്ര ആചാര്യന്മാരുണ്ട്. ശ്രുതികൾ പലതരത്തിൽ, ആചാര്യന്മാർ പലതരത്തിൽ. അല്പസ്ഥ കാല ബഹവസ്ഥ വിഘ്നാഹ. കാലമാണെങ്കിൽ കുറച്ച് കാലമേ ഉള്ളൂ, വിഘ്നങ്ങളാണെങ്കിൽ ഒരുപാട്. ഇതിന്റെ ഇടയ്ക്ക് കൂടി യത് സാരഭൂതം തതുപാസിതവ്യം. ഏതാണോ സാരമായിട്ടുള്ളത് അത് മനസ്സിലാക്കുക, നമുക്ക് വേണ്ടത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു നയമാണ് നമ്മളിതിന്റെ ചർച്ചയിൽ സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ശാസ്ത്ര ഗഹ്വരതകളിലേക്ക്, ഗഹനതയിലേക്കൊക്കെ പോയി ശാസ്ത്ര നൂലാമാലകളിൽ ശബ്ദജാലത്തിലേക്ക് കുടുങ്ങുന്നവരിതല്ല. നമുക്ക് ആവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ശാസ്ത്രം ആചാര്യന്മാർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കതൊരു പേടി സ്വപ്നം പോലെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ശിവാമൃത തേജസ്വാമി പന്മന ആശ്രമത്തിൽ ഒന്ന് ഈ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വിളിക്കുമ്പം പറഞ്ഞു, ഒന്നുമില്ലെങ്കിലും ഇത് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് നമ്മളൊന്നും പഠിച്ചിട്ടുണ്ടെന്നെങ്കിലും പറയാമല്ലോ. അത്രയെങ്കിലും ആയത് കാര്യമൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും. അപ്പോൾ ഇത് സംഗതി എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരവസരം എന്നുള്ള രീതിയിൽ ഇതിനെ സ്വീകരിച്ചാൽ മതി. എന്താ വലിയൊരു ശാസ്ത്ര പഠനമായിട്ട് എടുക്കണ്ട. ബ്രഹ്മസൂത്ര ഈ പറഞ്ഞതുപോലെ സൂത്രം സൂചിപ്പിക്കുന്നു ബ്രഹ്മമാണ് ഇതിന്റെ വിഷയം. ഇതിന് ഉത്തരമീമാംസ എന്ന് പറയും. മീമാംസ നമ്മൾ ഈ ഭാഷ്യത്തിൽ തന്നെ പഠിച്ചവനും പറയും പൂജിത വിചാരവചനോ മീമാംസ. മീമാംസ എന്ന് പറഞ്ഞാൽ പൂജിതമായ വിചാരം, പൂജനീയമായ വിചാരം എന്നാണ് അതിന്റെ അർത്ഥം. മീമാംസ എന്ന് പറഞ്ഞാൽ പൂജിത വിചാരവചനോ മീമാംസ എന്നാണ്. പൂജിതമായ വിചാരം. അപ്പൊ നമ്മൾ നടക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് പൂജിതമായ ഒരു വിചാരമാണ്. ഈ മീമാംസ ഇതിന് വൈദിക മീമാംസ എന്ന് പറയും. ബ്രഹ്മസൂത്രത്തിന് വൈദിക മീമാംസ എന്ന് പറയുന്നത്, അത് വൈദികം എന്ന് പറഞ്ഞാൽ വേദത്തെ സംബന്ധിച്ചത്. ഇത് വേദത്തെ സംബന്ധിച്ച മീമാംസയാണ് എന്നാണ്. വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സ്പഷ്ടമായ അർത്ഥം അറിവ് എന്നാണ് വേദശബ്ദത്തിന്റെ അർത്ഥം. അപ്പോൾ അറിവിനെ സംബന്ധിച്ച മീമാംസ, അറിവിനെ സംബന്ധിച്ച പൂജിതമായ വിചാരം, ശരിയായ അറിവിനെ സംബന്ധിച്ച പൂജിതമായ വിചാരം എന്നാണ് വൈദിക മീമാംസയുടെ അർത്ഥം. അപ്പൊ ശരിയായ അറിവിനെ സംബന്ധിച്ച പൂജിതമായ വിചാരം എന്ന് പറയുമ്പോൾ ശരിയായ അറിവ് ഉണ്ടാക്കുന്നതിന് ഉള്ള പൂജനീയമായ ഒരു വിചാരം. ഇതിൽ ആ പൂജനീയത എന്താണ്?
കാരണം ഇത് ഈശ്വരനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതാണ് ഇതിന്റെ പൂജനീയത. ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതാണ് ഇതിന്റെ പൂജനീയത. ഈ വിചാരത്തിന് ഈ പൂജനീയത വരുന്നതിന് കാരണം അതാണ്. അതുകൊണ്ടാണ് ബ്രഹ്മമീമാംസ എന്ന് പറയുന്നത്. ബ്രഹ്മത്തെക്കുറിച്ച്. ഈശ്വരൻ എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ബ്രഹ്മം. ഈശ്വരൻ എന്ന് പറയുന്നത് സംസ്കൃതം തന്നെ. മലയാളത്തിൽ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നു. ഈശ്വര എന്ന് സംസ്കൃതത്തിൽ പറയും, മലയാളത്തിൽ ഇന്നെന്നാണ്. അപ്പൊ ഈ സംസ്കൃതവും ഇതിന്റെ ഇടയ്ക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് ശിവാമൃത ചൈതന്യ സ്വാമി അവിടെ വരുമ്പോൾ പറഞ്ഞു, ഈ സംസ്കൃതത്തിന്റെ ഇടയ്ക്ക് ഈ സംസ്കൃതം എന്ന് പറയുന്നതും ഇതുപോലെയാണ്. കാരണം ഈ സംസ്കൃതം എന്ന് പറയുന്നത് ശരിക്കും മലയാളം തന്നെയാണ്. കാരണം ഈശ്വരൻ എന്ന് പറയുന്നു, ആ ഈശ്വരൻ എന്ന് പറയുന്നതിന്റെ ഇന്നിന് പകരം ഹ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് സംസ്കൃതമായി. അപ്പൊ സംസ്കൃതത്തിൽ നമുക്ക് വിശേഷിച്ച് പഠിക്കാനൊന്നുമില്ല. മലയാളം ശരിക്കറിയാമെന്നുള്ളവർക്ക് സംസ്കൃതം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പഠിക്കേണ്ടത് മലയാളമാണ്. മലയാളത്തിലാണ് നമുക്ക് വേണ്ടത്ര അറിവില്ലാത്തത്. എന്തെങ്കിലും അറിവ് കുറവ് വരികയാണെങ്കിൽ മലയാളത്തിലേ വരത്തുള്ളൂ. മലയാളം ശരിക്കും പഠിച്ചാൽ സംസ്കൃതം ഇത്രയുള്ള വ്യത്യാസം എന്താണ്? ഈശ്വരൻ എന്ന് പറയുന്നതിന് നമ്മളെന്ത് പറയുന്നു? ഈശ്വര എന്നാക്കുന്നു. ഇപ്പോ ബ്രഹ്മം എന്ന് പറയുന്നത് മലയാളം. സംസ്കൃതത്തിൽ എന്ന് പറയണ്ട, ബ്രഹ്മ എന്ന് പറഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മലയാളത്തിൽ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിൽ നമ്മൾ കയറി ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്കൃതമാകത്തില്ല. അപ്പൊ സംസ്കൃതത്തിൽ പറയുമ്പോൾ ബ്രഹ്മ എന്ന് പറയാവൂ. ബ്രഹ്മ എന്ന് പറഞ്ഞാലും തെറ്റിപ്പോവും. ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവായിപ്പോവും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബ്രഹ്മമാകത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രഹ്മം എന്ന് പറയണമെങ്കിൽ മലയാളത്തിൽ ബ്രഹ്മം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ വരുമ്പോൾ ബ്രഹ്മ എന്ന് പറയണം. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇത്രയുള്ള സംസ്കൃതവും മലയാളവും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഒന്ന് വാക്കുകളെ പരസ്പരം യോജിപ്പിച്ച് പറയുന്ന ഒരു വൈഷമ്യമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ശീലം ഇല്ലാത്തതുകൊണ്ടാണ്. പദങ്ങളെ പരസ്പരം യോജിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസ്കൃതത്തിനും വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് സംസ്കൃതവും ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനെ വേദാന്ത മീമാംസ, ബ്രഹ്മമീമാംസ, വൈദിക മീമാംസ എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഈ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും എന്താണിത്? ഇപ്പം നമ്മൾ പഠിക്കുന്ന ബ്രഹ്മസൂത്രമാണ്, അതിൽ വേദാന്തമാണ് പറയുന്നത്. അപ്പോൾ ഈ മീമാംസ ഇതെങ്ങനെയാ? ഇതിനെ വൈദിക മീമാംസ എന്നെങ്ങനെ പറയും? ഇതിലെങ്ങനെ വേദത്തിലെ മുഴുവൻ കാര്യം ഇതിൽ വരുന്നുണ്ടോ? അപ്പൊ ശരിക്കും ഈ മീമാംസ എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രം മാത്രമല്ല വൈദിക മീമാംസ. ഇത് പൂർവ്വ ഉത്തര മീമാംസകൾ രണ്ടും കൂടെ ചേർന്നിട്ടാണ്. പൂർവ്വമീമാംസയും ഉത്തരമീമാംസയും രണ്ടും കൂടി ചേർന്നിട്ട് ഒറ്റ മീമാംസയായിട്ടാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ശാസ്ത്ര പദ്ധതിയിൽ. അതായത് പൂർവ്വമീമാംസ എന്ന് പറയുമ്പോൾ ജൈമിനി മഹർഷിയുടെ മീമാംസ, കർമ്മകാണ്ഡത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മീമാംസ. ഉത്തരമീമാംസ എന്ന് പറയുന്നത് വ്യാസന്റെ ബ്രഹ്മസൂത്രം. മുമ്പ് ധർമ്മസൂത്രം, രണ്ടാമത് ബ്രഹ്മസൂത്രം. ധർമ്മസൂത്രമാണ് ജൈമിനിയുടെ, വ്യാസന്റേത് ബ്രഹ്മസൂത്രം. അതിനെ നമ്മൾ ജൈമിനീയ മീമാംസ എന്ന് പറയും. ജൈമിനിയുടെ ധർമ്മസൂത്രങ്ങൾ. ഇതിനെ നമ്മൾ വ്യാസമീമാംസ, വ്യാസന്റെ മീമാംസ എന്ന് പറയും. ബാദരായണ മീമാംസ എന്നെല്ലാം പറയും. ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു ശാസ്ത്രമാണ്. എന്നുവെച്ചാൽ പരസ്പര പൂരകങ്ങളായിരിക്കുന്ന ശാസ്ത്രമാണ്. എന്നാൽ ചില ഭാഗത്ത് ധർമ്മമീമാംസയെ ബ്രഹ്മമീമാംസയ്ക്ക് നിഷേധിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ നിഷേധിച്ചാൽ തന്നെയും നിഷേധിക്കുന്നിടത്ത് തന്നെ ഇത് പരസ്പര പൂരകങ്ങളാണ്. ഇത് രണ്ടും കൂടി ചേർന്നേ ശാസ്ത്രം പൂർണ്ണമാകുന്നു. അപ്പോൾ ഈ വേദാന്തം എന്ന് പറയുന്നത് എന്തോ പ്രത്യേകിച്ചുള്ള ഒരു സാധനമാണ്, അതിന് മറ്റതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് നമ്മൾ സാധാരണഗതിയിൽ ധരിക്കുമെങ്കിലും അതത്ര ശരിയല്ല. ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതായത് ആ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള ബന്ധം. ഈ വേദാന്തം പഠിക്കുന്നതിനെ കുറിച്ച് ഒരു ആശങ്ക തന്നെയുണ്ട് എല്ലാവരുടെയും മനസ്സിൽ. അതായത് ഈ വേദാന്തം അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ബ്രഹ്മം തലയ്ക്ക് പിടിക്കും. ഈ ബ്രഹ്മം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ആശ്രമവും എല്ലാം ഉപേക്ഷിച്ച് പിന്നെ അവധൂതന്മാരായിട്ട് പിറ്റേ ദിവസം മുതൽ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഭിക്ഷയും യാചിച്ച് നടക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നൊരു ധാരണ ഉണ്ട്. പക്ഷെ
ഇത് കുറേ കാലം പഠിച്ചിട്ടും അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടില്ല, അങ്ങനെ പറ്റിയവരെയൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. ഇതിങ്ങനെ നടക്കുന്നത് മുഴുവൻ ഇത് പഠിക്കാത്തവരാണ് കൂടുതലും ഇങ്ങനെ വഴിയോരങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് പഠിച്ചു എന്ന് വിചാരിച്ച്, അതായത് ഒരിക്കലും നമ്മൾ ധരിക്കരുത് ഇത് ഈ കർമ്മത്തെയും എല്ലാം പൂർണ്ണമായും നിഷേധിച്ച് ഇതങ്ങോട്ട് ബ്രഹ്മസൂത്രം പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പൂർണ്ണജ്ഞാനി, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അവധൂതന്മാരായി ഉടൻ തന്നെ ആശ്രമം വിട്ടുപോകും, പിന്നീട് നമുക്ക് വേറെ കർത്തവ്യങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഞങ്ങൾ ഈ ക്ലാസ് ബഹിഷ്കരിക്കുകയാണ് എന്നൊന്നും ആരും ധരിച്ചു കളയരുത്. ഇത് വാസ്തവത്തിൽ അങ്ങനെയുള്ള യാതൊരു അപകടവും ഇതിനകത്തില്ല. ഇത് പരസ്പരം പൂരകങ്ങളാണ്, കർമ്മവും ജ്ഞാനവും. എന്താ സ്വാമി ഒരു പുതിയ സിദ്ധാന്തം പറയുകയാണ്, ഞങ്ങളെ വഴിതെറ്റിക്കാനൊന്നും ധരിക്കരുത്, ഇതെല്ലാം ആചാര്യസമ്മതമായ കാര്യങ്ങളാണ്. പൂർവമീമാംസ എന്ന് പറയുന്നത് കർമ്മകാണ്ഡത്തെ പ്രതിപാദിക്കുന്നു. ഈ കർമ്മകാണ്ഡം എന്താണ്? ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മകാണ്ഡം ആവശ്യമാണ്. ഇത് നമ്മൾ ഭഗവത്ഗീതയിലും മറ്റേത് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ ചിത്തശുദ്ധിയിലൂടെ മാത്രമേ ഒരാൾക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് കർമ്മമണ്ഡലം എന്താണ്? ജ്ഞാന പദവിയിലേക്ക് ആരോഹണം ചെയ്യുന്നതിനുള്ള ഒരു പടിയാണ്. അതുകൊണ്ട് കർമ്മകാണ്ഡത്തെ പ്രതിപാദിക്കുന്ന പൂർവമീമാംസയും ജൈമിനീയ മീമാംസയും ഉത്തരമീമാംസയും തമ്മിൽ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യമില്ല. ചില ഭാഗങ്ങളിൽ പൂർവമീമാംസയെ ഉത്തരകാണ്ഡം നിഷേധിക്കുന്നുണ്ട്. അത് തത്വചിന്തയുടെ മറ്റൊരു ഭാഗത്താണ്. അതായത് തത്വജ്ഞാനപ്രാപ്തിക്ക് ഈ പൂർവകാണ്ഡം സാക്ഷാത് നേരിട്ട് ഉപകരിക്കുന്നില്ല എന്നുള്ള ഒരു വിഷയത്തിലാണ് പരസ്പര നിഷേധം വരുന്നത്. മറിച്ച് അത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് മുഖ്യമായ സിദ്ധാന്തം. ഗീതയുടെ ശാങ്കരഭാഷ്യത്തിലും മറ്റും ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 2-ാം അധ്യായത്തിന്റെ ഭാഷ്യവും മറ്റും നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു നോക്കണം. അവിടെ പറയുന്നുണ്ട്, അതായത് കർമ്മകാണ്ഡത്തിലൂടെ ഒരുവൻ അതിന്റെ അനുഷ്ഠാനത്തിലൂടെ അന്ധക്കരണശുദ്ധി നേടിയതിന് ശേഷം മാത്രമേ അവന് ജ്ഞാനപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് പൂർവമീമാംസ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സംശയം വരും, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് പൂർവമീമാംസയാണല്ലോ, അത് കഴിഞ്ഞിട്ട് പോരെ പിന്നെ ഉത്തരമീമാംസ. ഈ ഉത്തരമീമാംസയെക്കാളും വളരെ ബൃഹത്താണ് പൂർവമീമാംസ. പക്ഷേ കാലദേശങ്ങളെല്ലാം മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ആവശ്യം ഇന്നില്ല. കാരണം പൂർവമീമാംസ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോയാൽ ഈ ജന്മം കൊണ്ട് അത് തീരത്തില്ല. അത് ചർച്ച ചെയ്ത് വരുന്നു. പിന്നെ അടുത്ത ജന്മത്തിൽ പിന്നെ ഉത്തരമീമാംസമൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. അടുത്ത ജന്മത്തിന് സാധിക്കുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് സമാധാനപ്പെടാൻ വേണ്ടിയിട്ട് ആചാര്യന്മാരിന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇതെല്ലാം നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചർച്ച ചെയ്തിരിക്കുമെന്നാണ്. അപ്പൊ അത് നമുക്ക് സമാധാനപ്പെടാം. ഈ ജന്മത്തിൽ ഇതൊന്നും നമ്മൾ തുടങ്ങുന്നതല്ല. അതിലൊരു സത്യമുണ്ട്. കാരണം ഈ ജന്മത്തിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്കിത് ചർച്ച ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ശാസ്ത്രം ശരിയാണെങ്കിൽ. അപ്പൊ പൂർവ്വമീമാംസയുടെ ചർച്ചയും കർമ്മകാണ്ഡത്തിന്റെ ചർച്ചകളെല്ലാം മുമ്പേ കഴിഞ്ഞു. അപ്പൊ ഇത് കേൾക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടത്ര ചിത്തശുദ്ധി എന്തായാലും നമ്മൾ നേടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ബാക്കി ഇനി അവിടെ മുതൽ ഒരു മധ്യത്തിൽ വെച്ച് നമ്മൾ തുടങ്ങിയാൽ മതി. ആദ്യം മുതലേ തുടങ്ങേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇത് ചർച്ച ചെയ്ത് പിന്നെ ഇതിന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ബ്രഹ്മസൂത്രം പഠിക്കുന്നു, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടി വല്ലതും തരാൻ പറ്റുമോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനിയാവും ബ്രഹ്മജ്ഞാനിയാവും? യാതൊരു ഗ്യാരണ്ടിയില്ല. അങ്ങനെയൊന്നും ആർക്കും ഗ്യാരണ്ടിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ അത് എന്താണ്, അതൊക്കെ ഓരോരുത്തരുടെയും. പിന്നെ ഒരു കാര്യം, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റു തരത്തിലുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇതാർക്കും, പിന്നെ വ്യാസമഹർഷിയോ ആചാര്യസ്വാമികളോ തന്നെ ആർക്കെങ്കിലും ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കൊടുത്തിട്ടില്ല. നമ്മുടെ കാരണം ഇതിൽ പ്രധാനമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് നമ്മുടെ യോഗ്യതയാണ്.